ഹായ് ഹലോ സൈബടി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങിലാണ്. എൻ്റെ സ്വന്തം നാട്ടിലാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വണ്ടിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. 3-4 ദിവസം എടുത്തു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്പർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അടിച്ചിരിക്കുന്ന ടെമ്പററി നമ്പറാണ്. ഇത് മാറ്റും. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അടുത്ത നമ്പർ കിട്ടത്തുള്ളൂ, അതായത് ബോർഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വണ്ടി അമ്മേനെ കാണിക്കാൻ ഒന്ന് കൊണ്ടുപോവുകയാണ്. അമ്മ ചേച്ചി എടുക്കുന്ന നേരത്തെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ബോഡി കെട്ടിയ ശേഷം അമ്മ വണ്ടി കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് അമ്മേനെ വണ്ടി കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ചിറയൻകീഴ് ശാർക്കാദേവി ക്ഷേത്രത്തിൽ ഒന്ന് വണ്ടി കൊണ്ടുപോയിട്ട് ഒന്ന് പൂജിച്ച് വാഹന പൂജയൊക്കെ ചെയ്തൊന്ന് അവിടെ നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതും അടുത്ത വർഷം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മേനെ വണ്ടി ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അമ്മയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇട്ടുന്നതെന്ന് പറയുന്നത് ആലങ്കോട് നിന്ന് ആറ്റിങ്ങിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വണ്ടി ഒരുക്കിയിട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ കുഞ്ഞു നാടായ കടയ്ക്കാവിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആലങ്കോടാണ്. ആലങ്കോട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് പോവാം. എൻ്റെ നാടായ കടയ്ക്കാവ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ റോഡ് പോകുമ്പോഴത്തേക്കും ആലങ്കോട്, കടയ്ക്കാവൂർ, അഞ്ചുതെങ്ങ്, വർക്കല പോകാനായിട്ടുള്ള ഒരു റോഡും കൂടെയൊക്കെയാണ് ഇത്. ഇതുവഴിയും പോവാം, അല്ലാതെ നേരെ പോയിട്ട് മറ്റൊരു വഴി കൂടെയൊക്കെ പോവാം, കല്ലമ്പലം വഴിയൊക്കെ പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയൊരു നാടൊക്കെ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും. ഇവിടെ അമ്മേനെ ഒന്ന് വിളിക്കണം. അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് റോഡിലോട്ട് വരാൻ പറയണം. അമ്മേനെ ഒന്ന് വണ്ടി കയറ്റി കുറച്ച് ദൂരം കൊണ്ടുപോകണം. എവിടെ കൊണ്ട് വണ്ടി നിർത്തും? ചെറിയ റോഡൊക്കെ ആണല്ലോ എല്ലായിടവും. ഇത് നമ്മുടെ ബൈപ്പാസാണ്. ആറ്റിങ്ങിൽ നിന്ന് കല്ലമ്പലത്തോട്ട് ആറ്റിങ്ങൽ സിറ്റി ടച്ച് ചെയ്യാതെ പോകുന്ന ബൈപ്പാസാണ്. പുതിയ ബൈപ്പാസിന്റെ പണിയല്ലേ? മലയൊക്കെ ഇടിച്ച് നിരത്തി ലെവൽ ചെയ്തിട്ട് വെച്ചേക്കാണ്. അപ്പൊ റോഡ് പണിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മിന്നിച്ച് പോവാം, അല്ലേ? ശരി തന്നെ. നല്ല വലിയ റോഡായിരിക്കും. വലിയ റോഡാണ്. ബൈപ്പാസൊക്കെ അടിപൊളി ബൈപ്പാസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തൊപ്പിച്ചന്ത ജംഗ്ഷൻ. പ്രധാനപ്പെട്ട നാടാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും, വലിയ ഓഡിറ്റോറിയവും, മാരുതി സുസുക്കിയുടെ സർവീസ് ഷോറൂമൊക്കെ ഇവിടെയാണ്. ഇതെന്തേ പറക്കുന്ന പിള്ളേർ. അപ്പോൾ നമ്മളിപ്പോൾ മണനാക്കെത്തി. നമ്മുടെ കടയ്ക്കൽ എത്തുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇപ്പം നമ്മൾ വന്ന റോഡ് ആലങ്കോട് നിന്നാണ്. നമ്മളെ ഇടത്തോട്ട് കാണുന്നില്ല ചെളിയാ, അത് നമുക്ക് ആറ്റിങ്ങലിലോട്ട് സിറ്റിയിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടെ ഇതുവഴി വലത്തോട്ട് പോകുന്ന നേരെ വർക്കലയാണ്. നേരെ പോയ അഞ്ചുതെങ്ങ്, ചിറയൻകീഴ്, പിന്നെ അവിടെ നിന്ന് ആണെങ്കിലും വർക്കല പോവാം. നേരെ പോകുന്നതാണ് നമ്മുടെ കടയ്ക്കാവൂര്. കടയ്ക്കാവൂര് കഴിഞ്ഞാൽ രണ്ടായിട്ട് റോഡ് തിരിയും. ഇടത്തോട്ട് ചിറയൻകീഴും, വലത്തോട്ട് അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂര്. അഞ്ചുതെങ്ങ് പോണ വഴി നല്ല രസമാണല്ലേ? അടിപൊളിയാണ്. തീരദോഷ റോഡല്ലേ, പക്ഷെ വീതി കുറവാണ്. വണ്ടി ഇടാൻ ഇവിടെ സ്ഥലം ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റേ വിളിച്ച പയ്യ എന്തിനാ? വണ്ടി വേണമെങ്കിൽ ഇടാം, പക്ഷെ കഴുകാൻ പറ്റൂല. നോക്കാല്ലേ? നോക്കാം. വണ്ടി ഒന്ന് ഫ്രണ്ട് 2 ബക്കറ്റിലൊന്നും തേച്ച് കഴുകിയെടുത്താൽ മതിയായിരുന്നു. ഫുള്ള് കഴുകണമെന്നില്ലായിരുന്നു. അതൊക്കെ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോകുമ്പോൾ കഴുകാം. നാളെ ശനിയാഴ്ച അല്ലേ? അല്ലു ഞാൻ വിളിച്ചിട്ടുണ്ടോ ഞാൻ വണ്ടി കഴുകാൻ. അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു വശത്താണ് നിൽക്കുന്നത്. നമുക്കിനി ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കടയ്ക്കാവൂര് എത്താനായിട്ട്. എന്താണ് നെല്ലിക്കാമുക്ക്. ഇവിടെ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും മീമ അങ്ങനെയൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നായാലും ഇവിടെയാണ് വരുന്നത്. എന്താ ഇവിടെ വലത് സൈഡ് ചെളിയാ. ഒരു UP സ്കൂളുണ്ട് നെല്ലിക്കാക്ക്. അവിടെയാണ് ഞാൻ പഠിച്ചത് 7ാം ക്ലാസ് വരെ. ഇതാണ് വർണ്ണക്കൂടാരം. ഈ ഓടിട്ട ഇതിൽ അങ്ങേറ്റത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങേറ്റത്തത് ഇതിന്റെ ഇടയ്ക്കുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ഓടിട്ട ക്ലാസ് റൂമൊക്കെ ഒന്ന് ആലോചിച്ച് ചോദിക്കണല്ലേ, രസമല്ലേ? ഞാൻ കോരാണി സ്കൂളിലാണ്. അവിടെ എന്താ ഓടിട്ടില്ലേ? അവിടെ ഓടിന്നെ പണ്ടത്തെ സ്കൂള്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഇട്ടാ നന്നായിരിക്കും കേട്ടാ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയത്. ഇവിടെ സ്ഥലം ഉണ്ടല്ലേ, അത് വീടിന്റെ ഫ്രണ്ട് ആവും. അവിടെ സ്ഥലമുണ്ട്, പക്ഷെ വീട് അവിടെ ബസ് നിർത്തിയിട്ടേക്കുന്ന വഴിയില്ലല്ലോ. ഓക്കെ അല്ലെ, എവിടെയൊന്നും വണ്ടി ഇടാൻ പറ്റൂലേ, പണി വാളി. ഈശ്വരാ, വണ്ടി മേടിച്ചിട്ട് നാട്ടിൽ പോലും വണ്ടി കൊണ്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അവിടെ കൊണ്ടിടും. ഐഡിയ, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിടാം. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ടേ അമ്മേനെ അങ്ങോട്ട് വരാൻ പറയാം. നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ ഇട്ടാലിയാ വേറെ വണ്ടി അത് മാത്രമല്ല കടകളൊക്കെയാണ്, എല്ലാം നിരന്ന കടകളാ.
നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിട്ടെ നേരെ വീട്ടിലോട്ട് ചെല്ലും. ഇവിടെ നിന്ന് ഇടാൻ പോലും സ്ഥലമില്ല. ഈശ്വര, വണ്ടി ഇടാൻ സ്ഥലമില്ലാതെ ഇപ്പൊ 2 കിലോമീറ്റർ ആവുമല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോട്ടല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ഇടാൻ പറ്റുമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇടാം. പക്ഷെ അവിടെ ഇടാൻ പറ്റിയില്ലെങ്കിൽ പണി പാളും. ഉണ്ടാളിയോ സ്ഥലം ഉണ്ടാളിയോ? ഇടത് സൈഡിലാ. ആ ബസ്സൊക്കെ കിടക്കുന്നതിന്റെ അടുത്ത് എവിടെയെങ്കിലും അയ്യോ അറിയാൻ വയ്യ. പണി പാളിയല്ലോ. ഇതാണ് നമ്മുടെ അവിടെ സ്ഥലമില്ലേ, അവിടെ ഫുള്ളല്ലേ. ഫുള്ളാണ്. ഇതാണ് നമ്മളെ കടയ്ക്കാവൂര് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഓ പറഞ്ഞോ. എന്ത് പറയാനാളെ, ഇവിടെ ഇട്ട് വളയ്ക്കാനോ തിരിക്കാനോ പറ്റാത്ത അവസ്ഥയായാലും ഇപ്പൊ. ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ, പക്ഷെ കാറൊന്ന് മാറ്റേണ്ടി വരും. ഒരുവിധം കഷ്ടിച്ചിട്ട് പോലെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതല്ലേ ഇതിപ്പോ തൽക്കാലം കിട്ടിയതിന് ഭാഗ്യത്തെ. അപ്പൊ നമുക്ക് ഇനി നേരെ അമ്മേനെ വിളിക്കാൻ പോകാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം. 1 കിലോമീറ്റർ ഉണ്ട് ഇനി വീട്ടിലോട്ട്. വീട്ടിന്റെ അടുത്തോട്ടൊന്നും വണ്ടി പോകില്ല. ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു എന്റെ വീട്ടിലോട്ട് എത്താൻ വണ്ടി ഇട്ടിട്ട്. പരിസരത്ത് എങ്ങും അടുപ്പിക്കുന്നില്ല. വളരെ വീതി കുറഞ്ഞ റോഡാണ്. ഇനി ഇങ്ങോട്ടാണ് യാത്ര. ഇനി ശ്രദ്ധിക്കണം, കിണറിന്റെ ഇതാരല്ലേ ഇവിടെ ലൈറ്റ് വെച്ചത്? റെഡിയായാ? ഇതെന്തേരി? ഓ അസുഖം. ഇത് ചേട്ടന്റെ മോള്, ഇതാണ് അച്ഛൻ. ഇത് രണ്ടാമത്തെ ചേട്ടന്റെ മോള്. എന്റെ അമ്പലത്തിൽ പൈസ ഇടാൻ പോണോ? ദോ പോയി. ഓക്കെ പോവാ. ഓക്കെ ചേച്ചാ. ചുണ്ണാപ്പി ചുണ്ണാപ്പി ഹായ് കൂടെ. ഹായ് 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 അറിയോ? ഹായ് പറഞ്ഞു ചുണ്ണാപ്പി. ഓക്കെ പോ. ഇതാണ് വണ്ടി നമ്മുടെ. അല്ല മോളെ, അല്ല ലച്ചു മോളെ, ഇഷ്ടപ്പെട്ടാ? സൂപ്പർ തന്നെ. അപ്പോൾ ഇനി ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് പേപ്പർ റെഡിയാക്കാറുണ്ട്. പേപ്പർ റെഡിയാക്കിയ ശേഷം സർവീസ് ചെയ്യാറുണ്ട്. സർവീസ് ചെയ്ത ശേഷം പെർമിറ്റ് എടുക്കാറുണ്ട്. പെർമിറ്റ് എടുത്ത ശേഷം നാഷണൽ പെർമിറ്റ് എടുക്കാറുണ്ട്. കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് നമുക്ക് ഓടി തുടങ്ങാം. ഇപ്പോൾ വണ്ടി ബോഡി കെട്ടിക്കൊണ്ട് വന്ന കണ്ടീഷനാണിത്. ഇപ്പോൾ നേരത്തെ നമുക്ക് ഈ ചേസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബോഡി കൂടെ കെട്ടി സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാനുള്ള രീതിക്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ബോഡിയൊക്കെ കെട്ടിയപ്പോ കൊള്ളാം, അടിപൊളി. പിന്നെ കടങ്ങളെല്ലാം ദൈവാനുഗ്രഹത്തിന് തീർത്ത് കിട്ടട്ടെ. അതൊക്കെ പെട്ടെന്ന് ഓട്ടമൊക്കെ കിട്ടട്ടെ. അമ്മയ്ക്ക് അതേ ഉള്ളു പ്രാർത്ഥന. വണ്ടി എപ്പോഴും എടുക്കുമ്പോഴും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു വേണം ചാവി അതിലിടാൻ. ഭഗവാനെ രക്ഷിക്കണേ, ഭയങ്കര ഭക്തയാണ്. വേറെ ആരും ഇല്ലെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് എപ്പോഴും ഓടിയ അമ്മക്ക് ഒരാപത്ത് വലുതായിട്ട് വരാനുള്ള ചെറുതായിട്ട് അങ്ങ് പിടിക്കുന്നു. ഈശ്വരാനുഗ്രഹം മോൻ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒന്ന് വണ്ടി ഉണ്ട്, വണ്ടി കൊണ്ടുപോയി ഒന്ന് പൂജിച്ചുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കൊണ്ടിടാം. നമ്മ കയറല്ലേ അമ്പലത്തില്? ഞാൻ കുളിച്ച് നാളെ രാവിലെ വരാം. ഞാൻ കയറുന്നു. എനിക്ക് ഇവിടെ തുറക്കാൻ പറ്റില്ല, ഞാൻ തുറന്നില്ല കേട്ടോ. എന്റെ മനയിലേക്ക് സ്വാഗതം. കയറും മോളെ. ദൈവ കൃഷ്ണാന്നും പറഞ്ഞ് കയറും. ഇന്ന് ഞാൻ പോക്കാം. ലച്ചു ഈ പടിയിൽ കയറിയാ? ലച്ചു കയറുന്നു. അയ്യോ മതി ബാക്കി ഞാൻ എടുത്തോളാം. ചവിട്ടിയാ മോള് അങ്ങോട്ട് തോന്നിക്കൂടെ, അമ്മയും കൂടെ കയറട്ടെ കേട്ടാ. ലച്ചു മോളെ. കൃഷ്ണ ഒരു വൈരപ്പ ഭഗവാനി നാരായണ ശംഭോ മഹാദേവ കൃഷ്ണ. ചൂടെടുക്കുന്ന കുഴപ്പമില്ല. നമുക്ക് ഏസിയൊന്നും വേണ്ട. നമ്മക്ക് വേണ്ടേ, ഏസി ഇട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് അമ്മക്ക് അങ്ങനെയല്ല, അതിന് വേണ്ടിട്ടല്ലേ ഏസി വെച്ചിരിക്കുന്നു. അമ്മ ഈ നാടൻ ശൈലിയില് എനിക്ക് വയ്യാത്തോണ്ടേ ഏസി ഇട്ടുകൂടാ. അതുകൊണ്ടാണ് ഏസി വേണ്ടെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവർക്കും ഏസി വേണം. ഇല്ല എല്ലാം നടക്കും. പോവാം. കയറാണ്ട് തണുപ്പുണ്ടാ? കുഴപ്പമില്ല. കാറ്റുണ്ടോ ചേച്ചി മോളെ? കൊച്ചപ്പന്റെ വണ്ടിയിൽ എന്റെ മോക്ക് കയറിയല്ലേ മോള്.
അല്ലുവിനെ കയറ്റിയാ ആ അല്ലു കയറി ആറ്റിങ്ങൽ ട്രിപ്പ് അടിച്ച്. സന്തോഷമുണ്ട്. ഓ സന്തോഷം തന്നെ. നമ്മളങ്ങോട്ട് വരികയാണെ അവിടെ ഉണ്ടാ? ആ ഒന്ന് നോക്കണേ, നമുക്ക് വണ്ടി ഇടാനുള്ള സ്ഥലം ഒന്ന് സെറ്റ് ചെയ്തേണേ. തന്നെ അപ്പൊ ഇടാനും പറ്റൂലേ? വണ്ടി കയറ്റി ഇടാനും പറ്റൂലേ? ഓക്കെ, ഇല്ലെങ്കിൽ നമ്മള് വേറെ എവിടെയെങ്കിലും ഇവിടെ കൊണ്ടിടും അല്ലേ? ഇപ്പൊ കിടന്നു പോരെ? ആ ഇവിടെ ഇട്ട് വണ്ടി ഇല്ലെങ്കിൽ നോക്കാം, എവിടെയെങ്കിലും ഒക്കെ ഇടാം. ഇല്ലെങ്കിൽ ചെറിയ കൊണ്ടിടാം, എന്തായാലും അങ്ങോട്ട് പോകാനുള്ളതല്ലേ. ഇഷ്ടപ്പെട്ടു. അമ്മ ഇതുവഴി ഈ റോഡിൽ കൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്, സൈക്കിളിൽ പോയിട്ടുണ്ട്, കാറിൽ പോയിട്ടുണ്ട്, ബൈക്കിൽ പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്, ഓട്ടോയിൽ പോയിട്ടുണ്ട്, ലോറിയിൽ പോയിട്ടുണ്ടോ? ഇല്ല, ലോറി പോയി. ഇന്ന് പോയി പോണു. ഇന്ന് പോണു, ക്ഷേത്രത്തിൽ പോണു ലോറിയിൽ. എന്റെ മോന്റെ സ്വന്തം ലോറിയിൽ പോണം. പാപ്പവാ അയ്യ ചവിട്ടി പോ. ചിക്കു വെപ്രാളം വേണ്ട, ടെൻഷൻ വേണ്ട. കൂടുതൽ പതുക്കെ 25-ലാണ് പോണത്. മക്കളെ വഴി ഇതേ റോഡ് നമുക്ക് ഒരു വണ്ടി പോകാനുള്ള സ്ഥലം ഇല്ല. അപ്പൊ നമ്മളൊന്ന് ഒതുങ്ങി പോണം മോനെ. നമ്മളെ വലിയ റോഡിൽ നമുക്ക് സ്പീഡിന് പോവാം. ഇതൊരു ചെറിയ റോഡാണ്. അപ്പൊ നമ്മളത് നോക്കി എവിടെ ആയിരുന്നാലും ചെറിയ റോഡിൽ സമാധാനത്തില് ക്ഷമയോട് കൂടി പോണം. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ആപത്തുകളൊന്നും വരില്ല. ഓക്കെ, ശരി മമ്മ. ചെക്കാല വിലാകം നമ്മുടെ കടക്കാജ് കഴിഞ്ഞ അടുത്ത 3 മുക്ക്. ഇതുവഴി ഇടത്തോട്ട് ചെറിയ നമ്മളിപ്പോ ഇട സൈഡിൽ കൂടെ കയറി പോടാ. എന്താ ഇടത്തൂടെ കയറി പോയിരിക്കുന്നു. കുഞ്ഞടാവേ, അത് തന്നെ അപകടങ്ങൾ വരുത്തി വെക്കുന്ന യവന്മാര്. അവര് വരുത്തി വെച്ചാല് അവർക്ക് വണ്ടി എന്ന് പറയുന്നത് നമ്മളെ വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മളെ വലിയ വണ്ടിക്കാരെ കുറ്റം പറയല്ലേ അമ്മ? പിന്നെ വണ്ടിക്കാർക്കേ കുറ്റമുള്ളൂ മക്കളെ, വരുന്നവർക്ക് കുറ്റമില്ല. പോണ വഴിക്ക് വണ്ടി എവിടെയെങ്കിലും ഇടാനുള്ള സ്ഥലം ഉണ്ടാവും നമുക്ക്. എന്തായാലും വണ്ടി കൊണ്ട് അമ്പലത്തിൽ കയറ്റിട്ട് അമ്മ ഇറങ്ങാ, വണ്ടി എവിടെയെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റി, എന്നിട്ട് തിരിച്ച് നമുക്ക് നമ്മളെ കൂട്ടുകാരന്റെ ബൈക്കുണ്ട്, ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടാക്കി മക്കളെ. ഞാൻ നടന്നു, ഞാൻ ലക്ഷ്മിനെ ഞാനും കൂടെ ബസ്സിൽ ഇനി വരാം. നമ്മളവിടെ നേരെ ചാവടിക്കൽ ബസ്സിൽ വരാം മക്കള്. അല്ലെങ്കിൽ ഓവർബ്രിഡ്ജിന്റെ അവിടെ ഇറങ്ങിയിട്ട് സ്കൂട്ടി എടുത്തോണ്ട് പോവാ. ക്ഷേത്രത്തേറായി. ലക്ഷ്മി സ്കൂൾ എവിടെയാണ്? സ്കൂള് കുറച്ചുകൂടെ പോണം. അങ്ങനെ ആയാലുകളെ ക്ഷേത്രം എത്തി. നമുക്ക് ഇറക്കി അവിടെ ഇടത്തോട്ട് കയറ്റി ഇടാം. വഴക്ക് കുറയോ എന്തോ നോക്കാം. നമുക്കിവിടെ അണ്ണന്മാരൊക്കെ ഉണ്ട്, വിഷയമില്ല. ദാസിന്റെ മോനാ. പിന്നെ നമുക്ക് ഇവിടെ ശങ്കരണ്ണ ഉണ്ടല്ലോ, സുരേഷ് മാമ ഉണ്ട്, വിഷയമൊന്നുമില്ല. സ്റ്റേജ് പൊളിഞ്ഞില്ല. ഓക്കെ, അത്രേ ഉള്ളു. നമുക്കിവിടെ 2 കുട്ടി വെള്ളം കിട്ടുമെന്ന് ഫ്രണ്ട് കഴിവേ. എങ്കിൽ എനിക്ക് സ്ഥലം നീ സെറ്റ് ചെയ്ത് തരണം. പതുക്കെ നമ്മ താമരപ്പൂവൊക്കെ ഉണ്ടാ വന്നിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് മേടിച്ചതാ? നമ്മളെ വീട്ടിലത് പിടിക്കണോ? വേണ്ട അമ്മ മോനെ ഞാൻ ഇറങ്ങാം. ഇതൊക്കെ ചാടിക്കോ. കൊച്ചപ്പനെ വിശ്വാസം ഉണ്ടെങ്കിൽ ചാടിക്കോ. വാടാ. നീ വരുന്നില്ലേ? വാ. ഇത്രേ ഉള്ളു കേട്ടോ, ഇത്രേ ഉള്ളു കൊച്ചപ്പന് നീ, ഇത്രേ ഉള്ളു കൊച്ചപ്പന് നീ. പോയിട്ടോ. ഓക്കെ, പൈസ എനിക്ക് വിഷയമല്ല. എൻ്റെ കയ്യിൽ 10-30 രൂപയുണ്ട്, 50 രൂപയുണ്ട്. 1 2 3 4 5.
ലക്ഷറി ലൈഫാണ്, വിഷമിക്കണ്ട, പൈസ ഒരു പ്രശ്നമല്ല. അളിയാ അയ്യോ നിറച്ച് കാശാ. ഇവിടെ എന്താ പരിപാടി? വണ്ടി ഇങ്ങനെ നടക്കുമല്ലോ. ഇതിപ്പോ നാളെ രാവിലെ വരെ ഇവിടെ ഇട്ടേക്കാനാണ്. എന്നിട്ട് നാളെ വണ്ടി ഒന്ന് കഴുകണം. നാളെ കഴുകാൻ പറ്റൂല, രാത്രിയായിട്ടേ കഴുകാനേ പറ്റുള്ളൂ. രാത്രി കഴിയാലും മതി. സുരേഷോ നീ ഭയങ്കര പടത്തിലൊക്കെ അഭിനയിച്ചെന്ന് പറയുന്നത് അത് വണ്ടി, എന്റെ വണ്ടി. അത് ലോറി. ലോറി എടുത്താ? ഓ നീ അല്ല വണ്ടിയിലൊക്കെ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പരിപാടി. ഇത് 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 ഒന്നങ്ങ് എടുത്താ കണ്ടംകൂട്ടിയും എടുത്ത്. എത്ര രൂപ? ഇത് 41.5 ആവും. ഓട്ടം ഉണ്ടാ? ഓട്ടം തുടങ്ങിയില്ല, ഇനി വേണം എടുക്കാൻ. പൂജയ്ക്ക് കൊണ്ടുവന്നു. ഒന്ന് രാവിലെ, നാളെ രാവിലെ ഒന്ന് പൂജയ്ക്ക് കയറ്റി ശാർക്കര ഒന്ന് പോണമെന്നുണ്ട്. ഇവിടെ അത് ഞാനും സുഹൃത്തും ഉണ്ട്. ഇങ്ങനെയൊക്കെ നിക്കുന്നു. എത്ര രൂപ? അടവ് 94 അകത്ത് മാസം. ഓട്ടങ്ങൾ ഉറപ്പുണ്ടോ? കുഴപ്പമില്ല, നോക്കാം, ഇറങ്ങി നോക്കാം. അങ്ങനെയല്ല, നമ്മള് ഒരു ഏകദേശം നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറങ്ങിയ ഉണ്ട്, അങ്ങനെ കുറച്ച് കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട്. വിഷയമില്ല. അതെന്റെ കൂട്ടുകാരനാ. അല്ല, അവൻ ഇങ്ങനെ കൂടെ വന്ന, നമ്മള് ചെറിയ യാത്രാ വീഡിയോ ഒക്കെ ഉണ്ട്. അങ്ങനെ എന്റെ കൂടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അവനൊന്ന് കുറെ നാൾക്ക് ശേഷം കണ്ടെന്ന് അത് വീഡിയോ എടുക്കാന്ന്. എന്റെ ചേട്ടൻ പലരും വീഡിയോ കണ്ടിട്ടില്ല. ഇതാണ് എന്റെ സ്വന്തം ചേട്ടൻ. കുട്ടാ, എന്താണ് മലയാളിയായി. എന്താണ് അടിച്ചാലേ? പെട്രോൾ അടിച്ചു. പിന്നെ നാളെ ഒന്ന് ശാർക്കര പോവാം. രാവിലെ ഇവിടെ ഒന്ന് ചാവി പൂജ ചെയ്യാം. വണ്ടി കഴുകാനായിട്ട് ചെറിയ സൗകര്യം സെറ്റ് ചെയ്യണം. 1500 രൂപ ഉണ്ടോ? അപ്പൊ ഇതെന്റെ വണ്ടിയാണ് കേട്ടോ. ഇതാണ് എന്റെ സ്വന്തം ഫസ്റ്റ് വണ്ടി. 2015 മോഡൽ, 12 വർഷം ആവാറായി. ഇതിന്റെ CC എന്ന് പറയുന്ന 3 വർഷത്തെ EMI ഇട്ട് എടുത്ത വണ്ടിയാണ്. 36 മാസം CC ഇട്ട് എടുത്തതിൽ 33 മാസം മുടങ്ങി പിന്നെ എല്ലാം ക്ലോസ് ചെയ്ത് സ്വന്തമാക്കിയ വണ്ടിയാണ്. 3 CC മാത്രമാണ് ഞാൻ കിടച്ചത്. അതിനുശേഷം ഞാൻ എടുക്കുന്ന വണ്ടി ഇതാണ്. ഇതിന്റെ എത്ര CC മുടങ്ങുമെന്ന് നമുക്കറിയാൻ വയ്യ. ഫുള്ള് നെഗറ്റീവാ. കൊള്ളാം. എന്റെ കമന്റ് ബോക്സ് എടുത്ത നെഗറ്റീവുള്ളൂ. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് വിഷയമില്ല. ഉള്ള സത്യമാണ്, ദൈവത്തിനാണ് കണ്ട് ഈ വണ്ടി നോക്കിയാണ്. 36 മാസത്തെ അടവാണ്. 36 മാസം ഈ സൈഡ് നോക്കിയാണ്. അന്ന് എടുത്ത കണക്ക് എന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കംപ്ലൈന്റും ഇല്ല. അടിപൊളി വണ്ടിയാണ്. ആ ടയറൊക്കെ നോക്കിയാൽ പുത്തം പുതിയ ടയറൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്നു. ഞാൻ ഇപ്പം അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. കാരണം കല്യാണം കഴിഞ്ഞ് കുട്ടിയും മോളും ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഇതിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു അൺകംഫർട്ടബിൾ ആയി. കാരണം ഇതിൽ 6th ഗിയർ മാറിയ നേരെ 80 നിൽക്കുന്നത്. കുറഞ്ഞത് മിനിമം 80 നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡും ഇതും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര സ്പീഡാണിത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 4th ഗിയർ 3rd ഗിയറിലൊക്കെ പോകണം. പിന്നെ മാത്രമല്ല കൊച്ചിനെ വൈഫിനെ കൊണ്ടുപോകാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ സ്കൂട്ടിയും സ്പ്ലെൻഡറും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങനെ എടുക്കാറില്ല. ഇതിപ്പോ ചേട്ടൻ കൊണ്ട് കിടക്കുകയാണ്. ഞാനും പുതിയാറായി. 4 പേർക്ക് പോകാൻ പറ്റൂല ഇത്. എന്തായത് 4 പേർക്ക് പോകാൻ പറ്റൂല. ഞാൻ ടാങ്കിലാണ് അവന് 2 മക്കളായി, എനിക്ക് 2 മക്കളായി. ഇപ്പൊ ഇതിൽ പോവാൻ ആർക്കും പറ്റാതായി. എന്നാലും ഇത് വിൽക്കുന്നതെന്നുള്ള പരിപാടി ഇല്ല. ഇതിങ്ങനെ എന്റെ സ്വന്തം കണക്ക് ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച്, നീ ടെസ്റ്റൊക്കെ ആകുമ്പോൾ പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് കൊണ്ട് കിടക്കണം. ഇത് 20-ാം വയസ്സിലെടുത്താണ് അല്ലേ? 20-ാം വയസ്സിലെടുത്താണ്. 20-ാം വയസ്സിലെടുത്താണ്. ഇപ്പൊ 32 വയസ്സായി. അന്നത്തെ ചോരത്തിളപ്പൊക്കെ തീർന്നു. എന്തെന്ന് കഴയായിരുന്നു. പോട്ടോ പോണ ഇപ്പൊ പോയിട്ടോ. വണ്ടി ഉണ്ടോ? വണ്ടി കാണാനാണ് ഞാൻ വിളിച്ചത്. തുറക്കാനാ? ഞാൻ ലച്ച് വന്ന് അമ്മ വന്നു. ഇങ്ങോട്ട് വേടേ, അതിലെ കൂടെ അല്ലേ, ഇതിലെ കൂടെയാണ് കയറുന്നത്. കയറുന്നു അല്ല, അറിയാൻ പോകുന്നത്. പുതിയ വെള്ളം തന്നെ. അത് അല്ലു ആവച്ച് കുടിച്ചാണ്. അപ്പുറത്ത് വേറെ കിടപ്പുണ്ടാന്ന് നോക്കുന്നു. അല്ല് കുടിക്കുന്ന അറിയാലോ, തുപ്പിയൊക്കെ ഇട്ടാണ് കുടിക്കുന്നത്. വേറെ ഇല്ലല്ലോ, വേറെ അടിക്കാം. ഞാൻ നമ്മളെ അളിയായി, ചിക്കോളിയായി. ആണ്. താങ്ക് യു, സന്തോഷം. ഓക്കെ, ഇവിടെ എവിടെ സ്ഥലം? ഇവിടെ എങ്ങനെയാ? ഓക്കെ, അതെ, താങ്ക് യു. വളരെ സന്തോഷം കണ്ടതില്.
ഇത് എന്റെ ചേട്ടനാണ്. ഇതെന്റെ ചേട്ടനാണ്. അപ്പൊ ആ വണ്ടി ആദ്യമായിട്ട് കാണാൻ വന്ന. അപ്പൊ വന്ന് നീ വണ്ടി കയറിയിട്ട് ചാവി പിടിച്ച് രണ്ട് ഓണൊക്കെ ആക്കിട്ട് പോകത്തെന്ത്? ഓൺ അടിക്കല്ലേ? ഓൺ അടിക്കാനില്ല, ഈ ചാവി ഓണാക്കി. വിടാതെ ഇങ്ങനെ ഓണാവുന്നു. അത് ഓണൊക്കെ കേൾക്കും. ചാവി ഓണാക്കിയാണ്. ഒന്നുമില്ല, ചാവി ഓണാക്ക്. വലിയ കാര്യമൊന്നുമില്ല. കണ്ട ടയർ പൊങ്ങി നോക്കി. പെട്ടെന്ന് അടിക്കല്ലേ, ന്യൂട്രാണെന്ന് നോക്കിയിട്ട് അടിക്കും. ആ ക്ലസ്റ്ററിൽ എന്ത് ന്യൂട്രൽ കാണുന്നുണ്ടോ? എന്നാ അടിച്ചോ. ഇപ്പൊ പറക്കും നമ്മള്. വിട്ടോ. വേറെ ഉള്ളു പരിപാടി. ഒരു ലൈസൻസ് എടുത്താൽ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം വണ്ടിയൊക്കെ ഓട്ടിച്ച്. ഡോർ അടച്ചോ, തെറിയും. ഓക്കെ കുട്ടാ, എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ, കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചാ? ഇങ്ങനെ നടക്കുന്നു. എന്തിരുന്നാലോ അത് ഹാൻഡ് ബ്രേക്കും. ആദ്യമാണ് ഫ്രണ്ട് സീറ്റ് അടിക്കണം, സ്റ്റിയറിംഗ്. കാർ ഓടിച്ച് പഠിക്കണം. എനിക്ക് കാർ ഓടിച്ച് പഠിക്കാം. അതിനുള്ള മനസ്സും കൂടെ കാണിക്കണം. ഈ സമയം വേണ്ടേ? സമയം കണ്ടെത്തണം. എങ്ങനെയുണ്ട്? ഇത് എയർ സസ്പെൻഷൻ ആണ്. നമ്മള് കട്ടിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നീ ഒന്ന് ചാടിയാണ്, കുതിച്ചാണ്. കണ്ടാ എങ്ങനെയുണ്ട്? പോണ കേട്ടോ. ഹൈഡ്രോളിക് അല്ലല്ല, ഇത് എയറാണ്. എയറാണ്, എയർ. മറ്റേ ബലൂൺ ഒന്നും കേട്ടിട്ടില്ല? ബലൂൺ ടൈപ്പ്. ആരൊക്കെ വന്ന അമ്പലത്തില്? അമ്മയിൽ വെച്ചു. പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ വിളിച്ചു നോക്കണം. വിളിച്ചോ, ഞാൻ പോട്ട് തന്നെ. ഓ ശരി. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ ആയഞ്ചുള്ള ദേവീക്ഷേത്രത്തിലാണ്. കടയ്ക്കാരാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് അകത്തോട്ട് കയറി, പൂജയൊക്കെ ചെയ്യാനായിട്ട് അകത്തോട്ട് കയറി. ഞാൻ ഇനി കുളിച്ച് വൈകുന്നേരമായി. അപ്പോൾ ഒരുപാട് ഓടി തളർന്ന് ക്ഷീണം വിയർപ്പും അതൊക്കെ ഉണ്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് കയറാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ ഞാനും വരുന്നുണ്ട്. നാളെ വന്നിട്ട് ഇവിടെയും അതിനൊക്കെ ഞാൻ ശാർക്ക ദേവീക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി പൂജ ചെയ്ത് വണ്ടി യാത്ര തുടങ്ങണം. അതായത് പുതിയ യാത്രകൾ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു തുടക്കം തുടങ്ങുന്നത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ എത്തി. ഇനി മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.